നമസ്കാരം സുഹൃത്തുക്കളെ, ടറോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിന്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. നമ്മൾ ടറോട്ട് ലവ് എനർജീസിന്റെ പുതുതായി തുടങ്ങിയിരിക്കുന്ന വാട്സപ്പ് ചാനലിലേക്കും ഇൻസ്റ്റഗ്രാമിലേക്കും എല്ലാ മാന്യ പ്രേക്ഷകരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തു കൊള്ളുന്നു. രണ്ടിന്റെയും ലിങ്കും കൂടുതൽ വിശദാംശങ്ങളും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ തലക്കെട്ടിലേക്ക് നമുക്ക് പോകാം. നിങ്ങളുടെ കാര്യത്തിൽ ഈ വ്യക്തി മനസ്സിൽ തയ്യാറാക്കി ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങൾ ഈ വായനയിലൂടെ നിങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുന്നു. ഈ ഒരു എനർജിയാണ് നമ്മൾ ഇന്ന് വായന ചെയ്യാനായിട്ട് പോകുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് തുടക്കം മുതൽ അവസാനം വരെയും കാണുവാനായിട്ട് ശ്രമിക്കുക. പോസിറ്റീവായിട്ടുള്ള ചിന്താഗതിയോട് കൂടിയും പോസിറ്റീവായിട്ടുള്ള ഇൻഡ്യൂഷനോട് കൂടിയും ഇത് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഇന്നിവിടെ കാണാൻ സാധിക്കുന്നത് ഏറ്റവും അധികം അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കുലീനമായി വളരെയധികം സമീപനം പാലിച്ചുകൊണ്ട് സെൽഫ് കൺട്രോളോട് കൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന രണ്ട് വ്യക്തികളെയാണ് എനിക്കിവിടെ കാണുവാൻ കഴിയുന്നത്. കാരണം എർത്ത് സൈനാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇന്നത്തെ വായനയിൽ ലഭിച്ചിട്ടുള്ളത്. ഇത് കുറച്ച് കൂടുതൽ പറയുകയാണെങ്കിൽ കാലചക്രം അനുകൂലമാകാൻ വേണ്ടിയിട്ടും സാഹചര്യങ്ങൾ അനുകൂലമാകാൻ വേണ്ടിയിട്ടും നിങ്ങൾ രണ്ടുപേരും കാത്തിരിക്കുന്നതായിട്ടാണ് എനിക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. വളരെയധികം ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ് കൂടുതലുള്ള ഒരു ബന്ധമായിട്ടാണ് നമുക്ക് ഇന്നത്തെ വായനയിൽ കാണുന്നത്. കാരണം വളരെ പെട്ടെന്ന് തന്നെ സങ്കടം വരികയും വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളെ കുറിച്ചുള്ള ചിന്തകൾ ഈ വ്യക്തിയുടെ മനസ്സിലും ഈ വ്യക്തിയെ കുറിച്ചുള്ള ചിന്തകൾ നിങ്ങളുടെ മനസ്സിലും വരുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഓരോ നിമിഷവും നിങ്ങൾക്കിടയിലുള്ള അതിശക്തമായിട്ടുള്ള ആ ഒരു കണക്ഷൻ ഓരോ ദിവസവും കഴിയും തോറും വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. ഇവിടെ എവിടേക്കോ നിങ്ങൾക്കിടയിൽ നല്ല രീതിയിലുള്ള അകൽച്ചകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും അല്ലെങ്കിൽ അതിനനുയോജ്യമായിട്ടുള്ള ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും നമുക്കിവിടെ ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്നത് എത്രയൊക്കെ അകന്നു പോയാലും നിങ്ങൾക്ക് രണ്ടു പേർക്കും ഒന്നിക്കാൻ മാത്രമുള്ള സാഹചര്യം ഉണ്ടായിത്തീരും എന്ന് തന്നെയാണ് കാണിക്കുന്നത്. ഇവിടെ ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെയോ അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന ഈ വ്യക്തിയെയോ സംരക്ഷിക്കുവാനും ഈ പ്രണയബന്ധത്തെ കോർത്തിണക്കി പരിപോഷിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനും ധാരാളം വ്യക്തികൾ സഹായത്തിനായി വന്നിരിക്കുന്നതായി നമുക്കിവിടെ കാണാം. അത് മ്യൂച്വൽ സുഹൃത്തുക്കളായിരിക്കാം, ചിലപ്പോൾ നിങ്ങളുടെ രണ്ടുപേരുടെയും ഫ്രണ്ടായിട്ടുള്ള കൂട്ടുകാരനായിട്ടുള്ള അല്ലെങ്കിൽ കൂട്ടുകാരിയായിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടേത് മാത്രമോ അല്ലെങ്കിൽ ഈ വ്യക്തിയുടേത് മാത്രമോ ആയിരിക്കാം. ഇത്തരം ഒരു സാഹചര്യം നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ ഇവിടെ ആദ്യം വരുന്ന ഊർജം എന്ന് പറയുന്നത് ഒരുമിച്ച് നിന്നുകൊണ്ട് ഇത് നേരിടണം, വിജയിക്കണം, സ്വതന്ത്രമായി എവിടേക്കെങ്കിലും പോയി സ്വസ്ഥമായി ജീവിക്കണം. ഈ ഒരു മനോഭാവമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ കാണുവാൻ കഴിയുന്നത്. നിങ്ങളുടെ കാര്യത്തിലാണെങ്കിൽ പോലും ഈ വ്യക്തിയുടെ മനസ്സിൽ തയ്യാറാക്കി ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന ഒട്ടനവധി തീരുമാനങ്ങൾ ഉണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷെ ഇപ്പോൾ ഈ വ്യക്തി അതൊന്നും പുറത്തേക്ക് പറയുവാനോ നിങ്ങളുമായി അത് കൂടിച്ചേർന്നുകൊണ്ട് ചർച്ച ചെയ്യുവാനോ നിങ്ങളുടെ ചെവിയിൽ എത്തിക്കാനോ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നില്ല. നമുക്കിവിടെ ഏറ്റവും കൂടുതൽ പറയുവാനാണെങ്കിൽ വളരെ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ എന്നേക്കുമായി ഈ വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. കാരണം സമീപനം അല്ലെങ്കിൽ സമാധാനത്തോടു കൂടി മുന്നോട്ട് പോകാനാണ് നിങ്ങൾ രണ്ടുപേരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ വ്യക്തി ഒരുപാട് സൽക്കർമ്മങ്ങൾ സൽപ്രവർത്തികൾ ചെയ്യുന്നതായി നമുക്കിവിടെ കാണാം. മറ്റുള്ളവരെ സഹായിക്കുന്നതായിരിക്കാം, പാപമോക്ഷത്തിന് വേണ്ടിയായിരിക്കാം, സമയം ശരിയാകാൻ വേണ്ടിയായിരിക്കാം, നല്ല കാലഘട്ടത്തിലേക്ക് പോകാൻ വേണ്ടിയായിരിക്കാം, മുച്ചന്മ പാപമുണ്ടെങ്കിൽ അത് മാറിപ്പോകാൻ വേണ്ടിയിട്ടായിരിക്കാം, പാരമ്പര്യപരമായിട്ട് നല്ല രീതിയിലുള്ള സിദ്ധിയും കഴിവും ഒക്കെയുള്ള ആൾക്കാരായിട്ടാണ് കാണിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരം ചിന്താഗതിയിലേക്കും ഊർജത്തിലേക്കും വരുവാൻ ഈ പേഴ്സൺ എന്നേക്കുമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ തീർത്തും ഒരു ട്രാൻസ്ഫോർമേഷൻ എനർജി തന്നെയാണ് ഇന്നത്തെ വായനയിൽ ഏറ്റവും കൂടുതൽ അതിശക്തമായി ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് വലിയൊരു മാറ്റത്തെ തന്നെയാണ്. അപ്പൊ നമുക്ക് ഇതിലൂടെ കാണുവാൻ സാധിക്കുന്നത് ഈ വ്യക്തി ഒരു ഗൃഹനാഥൻ അല്ലെങ്കിൽ ഗൃഹനാഥ ആകുവാൻ ഏറെ കാലമായി ആഗ്രഹിക്കുന്നു. അതായത് ഒരു കുടുംബം തുടങ്ങി വെക്കാൻ,
അത് വളരെയധികം സന്തോഷവും സമൃദ്ധിയും വിജയകരവുമായിട്ടുള്ള ഒരു ദാമ്പത്യ ജീവിതത്തെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ആ ദാമ്പത്യ ജീവിതം എന്ന് പറയുന്നത് അതൊരു നിസ്സാരമായിട്ടുള്ള ഒരു ജീവിതമല്ല. മറ്റുള്ളവരുടെ മുന്നിൽ എന്തുകൊണ്ടോ നന്നായി ജീവിച്ച് കാണിച്ചു കൊടുക്കണം എന്നുള്ള ചിന്തയാണ്, അത്തരം ഒരു വാശിയേറിയ ചിന്തയാണ് ഈ വ്യക്തിക്ക് മുന്നിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തിയുടെ മനസ്സ് അത്ര പെട്ടെന്നൊന്നും തകർന്നു പോകുന്ന കൂട്ടത്തിലല്ല. തകർക്കാൻ മറ്റുള്ളവർ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് ഇതിൽ നിന്ന് വ്യക്തമാണ്. പക്ഷെ എങ്കിൽ പോലും സമീപനം പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഏത് സാഹചര്യത്തിൽ ഈ വ്യക്തി പോയാലും നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ തന്നെയാണ് ഈ വ്യക്തിയെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളിൽ നിന്നും ഒരിക്കലും ഈ വ്യക്തിക്ക് മോചനമില്ല. പക്ഷെ ഇപ്പോൾ എന്തുകൊണ്ടോ എംപറർ ഊർജത്തിലാണ് ഈ പേഴ്സൺ നിൽക്കുന്നത്. നേരിട്ടൊരു പക്ഷെ കാണുവാനോ സംസാരിക്കുവാനോ ഓപ്പൺ അപ്പ് ആകാനോ തുറന്നുള്ള സംസാരത്തിനോ ഒന്നും തന്നെ ഈ വ്യക്തി ഇപ്പോൾ താല്പര്യപ്പെടുന്നില്ല. ഒരുപാട് ഇമോഷൻസ് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയായിട്ട് കാണിക്കുന്നു. അത് വിഷമമായിരിക്കാം, അല്ലെങ്കിൽ നിരാശയായിരിക്കാം, അല്ലെങ്കിൽ ഒരു പക്ഷേ വെറുതെ വഴക്കിടാനെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു വഴക്കിടാനും അങ്ങോട്ടും ഇങ്ങോട്ടും കരഞ്ഞും ചിരിച്ചുമൊക്കെ വികാരങ്ങൾ ഉള്ളിൽ വിങ്ങിപ്പൊട്ടി നിൽക്കുന്ന ആ ഒരു വികാരങ്ങളെല്ലാം തന്നെ പുറത്തേക്ക് വരുത്താനായിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിന് വേണ്ടിയിട്ടൊക്കെ ഈ പേഴ്സൺ കാത്തിരിക്കുകയാണ് എന്നുള്ളത് മറ്റൊരു സത്യം. അപ്പൊ തീർത്തും നമുക്കിവിടെ കാണാൻ കഴിയുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ തന്നെയാണ് ഈ വ്യക്തിയെ തേടി വന്നിട്ടുള്ളത്. ഇപ്പോ തൽക്കാലത്തേക്ക് നിങ്ങൾക്ക് രണ്ടു പേർക്കും ഒരു സന്യാസ യോഗമായിട്ട് കാണിക്കുന്നു. രണ്ടുപേരും കുറച്ച് അകന്ന് നിൽക്കേണ്ടതായിട്ടും ഒരുപക്ഷെ നിങ്ങൾ എങ്ങനെയൊക്കെ കണക്ട് ചെയ്യാം എന്ന് നോക്കിയാലും അതിനൊന്നും സാധിക്കാത്ത ഒരു സാഹചര്യമായിരിക്കാം. പക്ഷേ ഫ്യൂച്ചർ, അതായത് ഭാവി എന്തുകൊണ്ടും നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചായിരിക്കും എന്നുള്ള ശുഭാപ്തി വിശ്വാസം ഈ വ്യക്തിക്കുണ്ട്. അത് നമുക്കിവിടെ വളരെ കൃത്യമായി കാണാൻ കഴിയുന്നു. അതുകൊണ്ട് മനസ്സിൽ നിന്നും എല്ലാ കളങ്കവും എല്ലാ പ്രശ്നങ്ങളും എല്ലാ ഭാരങ്ങളും ഇറക്കി വെച്ചുകൊണ്ട് സ്വസ്ഥമായി ജീവിക്കുവാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് തന്നെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും ഇവിടെ നിങ്ങളുമായിട്ടുള്ള ഇമോഷണൽ ബോണ്ടിങ് ഈ വ്യക്തിക്ക് നല്ല രീതിയിലുണ്ട്. അത് കുറച്ച് സമയത്തേക്കോ കാലഘട്ടത്തേക്കോ അല്ലെങ്കിൽ ഏതാനും ചില നിമിഷങ്ങളിലേക്കോ മാത്രം ഒതുങ്ങിപ്പോകുന്നതല്ല. നിങ്ങളോട് എപ്പോഴും നിങ്ങളോട് ആ വികാരം ഈ വ്യക്തിക്കുണ്ട്. അപ്പൊ ഇത് തന്നെയാണ് നമുക്കിവിടെ കാണുവാനും സാധിക്കുന്നത്. വളരെ പോസിറ്റീവായിട്ടുള്ള വായനയാണ് നമുക്കിന്നിവിടെ ലഭിച്ചിട്ടുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ കമിതാക്കളൊക്കെയാണ്, ഒരുമിച്ച് ജീവിക്കാനൊക്കെ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് അതിനുള്ള സാധ്യതകൾ ഉണ്ട്, അതിനുള്ള അവസരമുണ്ട് എന്ന് തന്നെയാണ് കാണിക്കുന്നത്. ഇനി അതല്ല, നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിൽ, ഇപ്പോൾ നിങ്ങളുടെ കുടുംബജീവിതം തകർന്നിരിക്കുന്ന വേളയിലാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള അവസരം നിങ്ങളിലേക്ക് വരും എന്ന് തന്നെയാണ് കാണിക്കുന്നത്. അപ്പൊ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വായന ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക. അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.